പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിന്റെ 16ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 11ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഇസ്രായേലിൻ്റെ വളർച്ചയും ഉയർച്ചയും കണ്ട് അസൂയ മൂത്ത ജാതികൾ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി. എന്നാൽ അങ്ങനെ ആലോചിച്ച് പ്രവർത്തിച്ചവരുടെ അടിസ്ഥാനങ്ങളെ ദൈവം തകർക്കുകയും ഇസ്രായേലിനെ ഇന്നും ദൈവം പരിപാലിച്ച് അവൻ അടിസ്ഥാനം ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു. അഹശ്വേരോസിന്റെ കാലത്ത് യഹൂദ ജാതിയെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ആഗ്രഹവുമായി ഇറങ്ങി പുറപ്പെട്ട ഹാമാനെയും അവൻ്റെ വംശത്തെയും ദൈവം എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുവാനിടയായി. അവൻ്റെ അടിസ്ഥാനത്തെ, അവൻ്റെ ഭവനത്തിൻ്റെ അടിസ്ഥാനം പോലും ഇളക്കി മാറ്റുവാനിടയായി. അടിസ്ഥാനപരമായി യഹൂദന്റെ അവകാശങ്ങൾ തകർത്തു കളയുവാൻ അവൻ ദൈവം ആരെയും അനുവദിച്ചില്ല, അനുവദിക്കുകയുമില്ല. അതുപോലെ തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുവാൻ അനുവാദം കൊടുക്കാതെ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം എന്നുള്ള പരീക്ഷ ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ തൻ്റെ ജനത്തിന് ജീവിക്കുവാനുള്ള അടിസ്ഥാനങ്ങൾ തകർത്തു കളഞ്ഞ മിസ്രയീമ്യർക്ക് ദൈവം കഠിന ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ദൈവജനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ ദൈവജനം നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അവൻ ചെയ്യുമ്പോൾ ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യും. നമ്മുടെ അടിസ്ഥാനം ഏതായിരിക്കണം, എന്തായിരിക്കണം എന്നെല്ലാം തിരുവചനം നന്നായി വെളിപ്പെടുത്തുന്നു. വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീതിമാന്മാരുടെ അടിസ്ഥാനങ്ങൾ വരെ മറിഞ്ഞു പോകും. ലോത്ത് അതിന് നല്ല ഉദാഹരണമാണ്. തൻ്റെ തിരഞ്ഞെടുപ്പും ഭവന നിർമ്മാണവും മക്കളെയും കുടുംബത്തെയും പോറ്റി വളർത്തലിലും വചനപ്രകാരം അല്ലായികയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് എന്നാണ് വചനം അവനെ വിശേഷിപ്പിക്കുന്നത്. ദുഷ്ടന്മാരുടെ അടിസ്ഥാനങ്ങളും ഒരിക്കലും നിലനിൽക്കുകയില്ല. ശരിയായ അടിസ്ഥാനം ഇടാതെ പണിത വീടിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മുടെ കർത്താവ് ആമെ പറഞ്ഞ ഉപമ എത്രയോ ശരിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഏത് ശുശ്രൂഷകൾ നടന്നാലും പുതിയ ഉപദേശങ്ങൾ ആര് ഉപദേശിച്ചാലും 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമതായി, യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമതായി, യേശുവോ അപ്പോസ്തലന്മാരോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മൂന്നാമതായി വചനത്തിൽ ഇതിനെ സംബന്ധിച്ച് ഉപദേശം ഉണ്ടോ എന്ന് നാം ശോധന ചെയ്യണം. നാം ശോധന ചെയ്ത് ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ഒന്നാമതായി പാടെ നാം അവരുടെ ഉപദേശത്തെ ഉപേക്ഷിക്കണം. പ്രിയ ദൈവവൈതലേ, നമ്മുടെ അടിസ്ഥാന കല്ലും മൂലക്കല്ലും ക്രിസ്തു തന്നെയായിരിക്കണം. ലോകത്തിലുള്ള എല്ലാ പണികളുടെയും അടിസ്ഥാനങ്ങൾ ഒരു ദിവസം ഇളകിപ്പോകും. ഭൂമിയുടെയും അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്കൊരിക്കലും ഇളക്കമുണ്ടാവുകയില്ല. ഈ സങ്കീർത്തനത്തിൽ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ഭക്തൻ ചോദിക്കുന്നു. ഏതായാലും ഒരുവന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുള്ളതിന് സംശയമില്ല. ഗലീലക്കാരനായ യൂദ ഒരിക്കൽ എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷത്ത് ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോകുവാനിടയായി. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒരാൾ ഒരു ഗോപുരം പണിയാൻ തുടങ്ങിയാൽ അത് തീർക്കാൻ തനിക്ക് കഴിയുമോ എന്ന് ആദ്യം നോക്കും. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ടതിന് ശേഷം പണി പൂർത്തീകരിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് പരിഹസിക്കും.
പണിതീരാത്ത വീടായി അല്ലെങ്കിൽ പണിതീരാത്ത സ്തോത്രം ബിൽഡിംഗായി അത് അവശേഷിക്കുവാനിടയാകും. അതുപോലെ ക്രിസ്തീയ ജീവിതത്തെയും വചനപ്രകാരം അടിസ്ഥാനമില്ലാത്ത കൂട്ടങ്ങളിലും സമൂഹങ്ങളിലും അകപ്പെട്ട് ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവർ ഒടുവിൽ ലജ്ജിക്കേണ്ടതായി വരും. പ്രിയ ദൈവവേദനയെ, നമ്മുടെ അടിസ്ഥാനം കർത്താവായിരിക്കണം, കർത്താവിൻ്റെ സഭയായിരിക്കണം. ആരാധനയും വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലുമായിരിക്കണം നമ്മുടെ ആരാധനയും അടിസ്ഥാനവും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നാം നന്നായി ശോധന ചെയ്യണം. നമ്മുടെ അടിസ്ഥാനം എവിടെയാണ്? നമ്മുടെ അടിസ്ഥാനം ഉറച്ചതാണോ? നമ്മുടെ സ്തോത്രം തലമുറകളെ നാം അടിസ്ഥാനത്തിലാണോ വളർത്തുന്നത്? നമ്മുടെ സഭ അടിസ്ഥാനത്തിലാണോ? നമ്മുടെ ശുശ്രൂഷകൾ അടിസ്ഥാനത്തിലാണോ? നമ്മുടെ ആത്മീയ ജീവിതം കർത്താവിൽ നിലനിന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമായും ശക്തമായും ശോധന ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ, മാനസികമായ നിരാശകളിലായിരിക്കുന്നവർ, ശാരീരികമായ ക്ഷീണങ്ങളിൽ, പലവിധമായ രോഗബന്ധനങ്ങളിൽ, ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും വഴിയമ്പലങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, വിശേഷിച്ച് ഈ നാളുകളിൽ കുഞ്ഞുങ്ങളുടെ എക്സാം നടക്കുന്ന സമയമാണ്. കർത്താവെ, ഒരു കുഞ്ഞു പോലും കർത്താവെ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുവാനിട വരാതെ നന്നായി പഠിക്കുവാനും നന്നായി കർത്താവെ പരീക്ഷ എഴുതുവാനും നല്ലൊരു ജയം കരസ്ഥമാക്കുവാനും പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ സഹായിക്കണം. സാമ്പത്തികമായി ഞരങ്ങുന്നവരുണ്ട്, കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, തലമുറകളെ ചൊല്ലി കരയുന്നവരുണ്ട്. അവരുടെ അനുസരണക്കേടും മാനസാന്തരത്തിനു വേണ്ടി കരയുന്ന അനേക മാതാപിതാക്കളുണ്ട്. കുടുംബ ജീവിതങ്ങളിൽ അടിസ്ഥാനങ്ങൾ തെറ്റിപ്പോയ എത്രയോ കുടുംബ ജീവിതങ്ങൾ കർത്താവെ ഈ ഭൂമുഖത്തുണ്ട്. നാഥ, അവരെല്ലാം അടിസ്ഥാനങ്ങളിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം ഈ പ്രഭാതം തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരാശ്വാസവും അനുഗ്രഹവും അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. രോഗികൾ സൗഖ്യമാകണം, അത്ഭുതങ്ങൾ ചെയ്യണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.